നമസ്കാരം മക്കളെ, നമ്മൾ ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ +1 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ +1 ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, എല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം +1 മാർക്ക് കുറഞ്ഞ പിള്ളേർ ഇപ്പോൾ +2 ആണ്. അപ്പോൾ അവരുടെ പരീക്ഷ +2ൻ്റെ ഇടയിൽ ഇപ്പോൾ പ്രാക്ടിക്കൽ കഴിഞ്ഞുള്ളൂ, അതിനിടയ്ക്ക് മോഡലും കഴിഞ്ഞു. ഇനി എല്ലാം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ കൂടിയിട്ട് കൺഫ്യൂഷനും ടെൻഷനും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. പ്രത്യേകിച്ച് +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചുമ്മാ +2 രണ്ടും കൂടിയിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞ വർഷം വരെ +1 ഇമ്പ്രൂവ്മെൻ്റ് എന്നൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എന്ന് പറയുന്നത് +2 എക്സാമിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ എക്സാമിൻ്റെ ഇടയിലും ഓരോ സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കൂടിയിട്ട് ഭ്രാന്തായിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, എന്തായാലും പഠിക്കുക. ഓക്കെ, നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പല അസുഖങ്ങളൊക്കെ വരുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കേട്ടല്ലോ. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മിക്കവർക്കും എനിക്കറിയാവുന്ന കുറേ പേർക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആവണ്ട, ചുമ്മാ കൂളായിട്ട് എഴുതാം. വലിയ മാർക്കിലൊന്നും വലിയ കാര്യമില്ലെന്ന രീതിയിൽ എഴുതാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക, അപ്പോൾ നമുക്ക് കൂളായിട്ട് കിട്ടിക്കോളും. നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, നമ്മളണ്ട് പഠിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കണ്ട് എഴുതാൻ പറ്റും, അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരല്ലേ +1 എഴുതാൻ വരുന്ന കുട്ടികളോട് അവർക്ക് വേണ്ടിയിട്ടും പറയുകയാണ്, നിങ്ങളും ഇതേപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പുതിയൊരു രീതിയിൽ നിന്ന് മാറി +1 എത്തുമ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിന് സംഭവിച്ചത് തന്നെയാണ്. പെട്ടെന്ന് എക്സാമിൻ്റെ പാറ്റേൺ മാറുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് എല്ലാവർക്കും ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ മോഡൽ കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, എങ്കിലും കുറേ പേരൊക്കെ പറഞ്ഞു ചില ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം റിലാക്സ് ചെയ്യുക, ആദ്യം ജയിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ആദ്യം ജസ്റ്റ് ഇപ്പോൾ എഴുതാൻ പോകുന്ന ആൾക്കാരോട് പറയണം, ആദ്യം നമ്മൾ പാസ്സായി എന്ന് ഉറപ്പ് വരുത്തുക. പാസ്സാകുമ്പോൾ 18 മാർക്ക് മതിയില്ലേ? അതിന് വളരെ എളുപ്പമാണ്, മനസ്സിലാകുക. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കയറ്റുക, അതായത് 40 മാർക്കിന് വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയും ടോപ്പിക്ക് പഠിച്ചു തീർക്കുക. എന്നിട്ട് ഫുൾ മാർക്കിന് വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ മൊത്തത്തിലാണ്ട് എഴുതിയാൽ മതി ഇതാ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയണേ, ആദ്യം ജസ്റ്റ് പാസ്സാവാൻ എങ്ങനെ പഠിക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഒരു 40 മാർക്ക് കിട്ടാൻ എങ്ങനെ പഠിക്കാമെന്ന് പറയാം. ദെൻ ഫുൾ മാർക്കിന് വേണ്ടി ട്രൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക്, അവർക്ക് എന്തായാലും ഫുൾ മാർക്കിന് വേണ്ടിയിട്ടാണല്ലോ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. വലിയ ഒരു ടെൻഷനും വേണ്ട, അതാണ് മെയിനായിട്ട് വേണ്ടത്. ടെൻഷനില്ലാതെ കൂളായിട്ട് എക്സാം എഴുതുക. മാർക്കിലൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് എക്സാം എഴുതുക. അപ്പോൾ പിന്നെ മാർക്ക് സ്വാഭാവികമായിട്ട് കിട്ടിക്കോളും. അല്ലാണ്ട് അയ്യോ എനിക്കൊരു മാർക്ക് പോയേ 2 മാർക്ക് പോയേ എന്നൊന്ന് കൺഫ്യൂഷനായിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല, കേട്ടല്ലോ. തിരിച്ചു വരാം. നമുക്ക് എങ്ങനെ ആദ്യം ജയിക്കാമെന്ന് നോക്കുകയാണ്. ജയിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. +1 എനിക്ക് കുറേ വിഷമം തോന്നി. അതായത് കുറേ പേർക്ക് 10 മാർക്കൊക്കെയാണ് ഈ +1 പരീക്ഷ, 10, 4, 3 എന്നൊക്കെ കിട്ടിയേക്കണേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജയിക്കാൻ ഒരു 18 മാർക്ക് വളരെ സിമ്പിളായിട്ട് വേണം. 18 വേണ്ടിയിട്ട് മാത്രം പഠിക്കരുത്, ഒരു 30 മാർക്കിന് വേണ്ടി പഠിച്ചാലേ 18 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതെന്നാണ് നോക്കുന്നത്. ആദ്യം പാസ്സാകാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് എന്നുള്ള ചാപ്റ്റർ മസ്റ്റാണ്. പണ്ടൊക്കെ ഇതിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ മോഡൽ എക്സാമിൻ്റെ മാർക്കാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് നമുക്ക് 4 മാർക്കേ ഉള്ളൂ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇടാം. പണ്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 4 മാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം 4 മാർക്കേ വന്നിട്ടുള്ളൂ. കുഴപ്പമില്ലെങ്കിൽ ഇതിൽ ബോർഡ് എക്സാമിന് മാറുമെന്ന് എനിക്കറിയില്ല. അതുപോലെ റിലേഷൻ ആൻഡ് ഫങ്ഷനും. അപ്പോൾ ഈ ഒരു അതായത് സെറ്റ് എന്നുള്ള ചാപ്റ്ററും റിലേഷൻ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കുക. ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചാലും നമുക്ക് 7, 4, 11 മാർക്ക് കിട്ടും, മനസ്സിലായോ? അത് രണ്ടും അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ അവസാനത്തെ 2 ചാപ്റ്റർ പഠിക്കുക. എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ്. ഇവിടെയും ചെറിയ പ്രശ്നം വന്നേ. പ്രോബബിലിറ്റിയിൽ പണ്ട് 7 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് 4 മാർക്കിൻ്റെ ഉള്ളൂ. എളുപ്പമുള്ള ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 6, 4, 10, 7, 4, 11. അപ്പോൾ ഇത്ര 21 മാർക്ക് ചെയ്ത് നമ്മൾ ജയിച്ചു. ജയിക്കാൻ ഇത്ര മതി, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് ചുമ്മാ ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് പാസ്സാവണം 4 ചാപ്റ്റർ മതി. ആദ്യത്തെ 2 ചാപ്റ്റർ, അവസാനത്തെ 2 ചാപ്റ്റർ പഠിച്ചെടുക്കാൻ എളുപ്പമുള്ളത്. അതായത് കാൽക്കുലേറ്റർ കൂടി വേണേ, കാരണം ബേസ് ഇല്ലാത്ത പിള്ളേരാണ് ജയിക്കാൻ വേണ്ടി നോക്കണേ അല്ലേ? അപ്പോൾ അവർക്ക് കുറച്ച് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ കൂടി ഉണ്ടെങ്കിൽ ഈ പാർട്ട് സി, ഇതാണ് പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കിട്ടും. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് സിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ സെറ്റായി. ക്ലിയർ ആയോ? ദെൻ പ്രോബബിലിറ്റി എളുപ്പമാണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്.
വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ 2 ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21 പക്ഷേ ഈ 21 കിട്ടി ഞങ്ങൾ ജയിച്ചു എന്ന് അതിൽ ആരും പറയരുതേ. കാരണം ഇത്രയും മാത്രം നമ്മൾ അത്രയും പെർഫെക്റ്റ് ഒന്നല്ല. നിങ്ങളെന്നെ സ്വയം ചിന്തിക്കും, നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവരാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിലെ എല്ലാ ക്വസ്റ്റനും ശരിയാക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊരു 40 മാർക്കിലേക്ക് നമ്മൾ പഠിക്കണം, മനസ്സിലായോ? അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ലീനിയർ ഇൻഇക്വാളിറ്റി എന്നുള്ള ചാപ്റ്റർ ഉണ്ട് കേട്ടോ. എളുപ്പമാണ്, 4 മാർക്കുണ്ട്. പണ്ട് 3 ആയിരുന്നു, ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ലീനിയർ ഇൻഇക്വാളിറ്റിയിൽ. അത് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഒരു പാർട്ട് ബിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് ലീനിയർ ഇൻഇക്വാളിറ്റി. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു 3D ഒരു ഡിസ്റ്റൻസ് ഫോമിൽ മാത്രമേ ഉള്ളൂ അവിടെ. അതും കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ ഈ എത്ര ചാപ്റ്ററായി? ഇപ്പോൾ 6 ചാപ്റ്ററായി, മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ ടു 3D വലിയ ഫോമുലാസ് ഒന്നുമില്ല, ആ ഒരൊറ്റ ഫോമുലേ ഉള്ളൂ. എന്താണ്? ഡിസ്റ്റൻസ് ഫോമുല എന്നുള്ളത്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ 3 മാർക്ക് ഉറപ്പാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് എത്രയായി? 7 4 11 4 15 15 10 25 28 മാർക്കായി ഇടാ. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ പഠിക്കുന്ന പാറ്റേൺ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം സെറ്റ് പഠിച്ച് തീർക്കണം, പിന്നെ റിലേഷൻ തീർക്കണം, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. ഈ 4 ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഇൻട്രൊഡക്ഷൻ ടു 3D പഠിക്കുക, മനസ്സിലായോ? അതുപോലെ തന്നെ ലീനിയർ ഇൻഇക്വാളിറ്റി പഠിക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ പോലെ ഇരിക്കും. ടഫായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ടഫായി. പക്ഷേ ചില റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ, മനസ്സിലായോ? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതായത് പ്രോബബിലിറ്റിയിലുള്ള പോലത്തെ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും മോഡലിനെ ചോദിച്ചു, എന്താ പറയുക, അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വാക്ക് തന്നിട്ട് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്നതിന് ഞാൻ ഉറപ്പ് പറയുന്നൊന്നുമില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ്, ഭയങ്കര സിമ്പിളാണ്. കാൽക്കുലേറ്റർ ഉണ്ടായാൽ മതി നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് നമുക്കൊന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. അത് നമ്മുടെ ഭാഗ്യം പോലെയാണ്. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇപ്പോൾ മോഡലിനും കഴിഞ്ഞ വർഷങ്ങളൊക്കെ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇൻഡിപെൻഡൻസ് എന്നുള്ള വാക്ക് തന്നിട്ട് അതിൽ എന്താ പറയുക, എത്ര രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു 5 പേരുടെ കമ്മിറ്റി ഉണ്ട്. അതിൽ 4 മെന്നിൽ നിന്നും 3 വുമണിൽ നിന്നും എത്ര പേരെ നമുക്ക് സെലക്ട് ചെയ്യാം എന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിൻ്റെ ഉണ്ട്. ഇപ്രാവശ്യം മോഡലിലും എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഈ ഒരു 7 മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഈ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ ഓൾറെഡി ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഈ 2 ചാപ്റ്ററും കണക്റ്റഡ് ആണ്. പ്രോബബിലിറ്റി ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കാൻ പറ്റും കേട്ടോ, മനസ്സിലായോ? അത് കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കുക, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നന്നായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സെറ്റ് റിലേഷനും പഠിച്ച് തീർക്കുക, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും പഠിക്കുക. അതിനുശേഷം ഈ ഇൻട്രൊഡക്ഷൻ ടു 3D പഠിക്കുന്നു, ദെൻ ലീനിയർ ഇൻഇക്വാളിറ്റി പഠിക്കുന്നു, അതുപോലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും പഠിക്കുന്നു. അത് എല്ലാവരും പറയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബുദ്ധിമുട്ടാണ്, പഠിക്കേണ്ടതെന്നൊക്കെ പറയും. ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതന്നെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചാൽ ഉറപ്പ് പറയുന്നില്ല ഞാൻ, എങ്കിൽ അതാണ് വരുന്നതെങ്കിൽ ഒരു രക്ഷയില്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാം. അതായത് വെറുതെ ഫാക്ടോറിയൽ എന്നുള്ള സിമ്പിളാണ്. കാൽക്കുലേറ്റർ കൂടി വേണേ, നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. അതുകൊണ്ട് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് പഠിക്കേണ്ടത് ഇവിടെ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ചാപ്റ്റർ ഉണ്ട് കേട്ടോ. എല്ലാവരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് മാഷ എന്നൊക്കെ പറയും. എളുപ്പമാണ്. ഒരൊറ്റ കാര്യം അതിൽ ചോദിക്കുന്ന ഒരു മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്നുള്ള ടോപ്പിക് ഉണ്ട്, മനസ്സിലായോ? അതിൻ്റെ കോൺജുഗേറ്റ് കാണാനും മോഡുലസ് കാണാനും ചോദിക്കും. പിന്നെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് പണ്ടത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊറ്റ ടോപ്പിക്കല്ലേ ഉള്ളത്, കാരണം അത് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കോംപ്ലക്സ് നമ്പർ കൂടി പഠിക്കുക. ക്ലിയർ അല്ലേ? ദെൻ ഞാൻ എല്ലാം കൂടിയിട്ടാണ്. ഇപ്പോൾ ഇത്രയാകുമ്പോഴേക്ക് തന്നെ നമ്മൾ ജയിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയി. എന്നിട്ട് കോണിക് സെക്ഷൻ, അതായത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യാനുള്ള കഴിവ് വേണം, മനസ്സിലായോ? അത് ഒന്ന് എഴുതി പഠിക്കുക. അതായത് എലിപ്സിൻ്റെ ഒരു എലിപ്സ് തന്നിട്ട് അതിൻ്റെ എന്താണ് പറയുക, മേജർ ആക്സസിൻ്റെ ലെങ്ത് എത്രയാണ്, ഫോക്കസ് എത്രയാണ്, അങ്ങനെയുള്ള കാണുന്ന ഒരു ഫോർമുലാസാണ്. അത് ബൈഹാർട്ട് ചെയ്യാനുണ്ട്. ഞാൻ ബൈഹാർട്ട് ചെയ്യാനില്ല എന്നൊന്നും പറയുന്നില്ല, അത് ബൈഹാർട്ട് ചെയ്യാനുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ 4 കാര്യങ്ങളുണ്ട്, അതാണ് പ്രശ്നം. 7 മാർക്കേ ഉള്ളൂ. അതായത് എലിപ്സ് പഠിക്കണം, എലിപ്സ് ഹൈപ്പർബോളയും കമ്പയർ ചെയ്ത് പഠിക്കുക, രണ്ടും ഒരുപോലെ. എലിപ്സ് പഠിച്ച ഹൈപ്പർബോളയും കിട്ടും കേട്ടോ.
പിന്നെ സർക്കിളും പരാബോള, അങ്ങനെ 4 ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റനേ ഉള്ളൂ. അത് ഏതാ വരും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റിയാൽ, നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ കൊണീക് സെക്ഷനും ഓക്കെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ ഇപ്പോൾ 6 മാർക്ക് പറഞ്ഞല്ലേ, അടുത്ത പാർട്ട് സിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ 2 കാര്യങ്ങളേ ഉള്ളൂ മെയിനായിട്ട്. അതായത് nth ടേമിൻ്റെ ഒരു a-ൻ്റെ ഫോർമുലയുണ്ട്, സമ്മ് കാണുന്നൊരു s-ൻ്റെ ഫോർമുലയുണ്ട്. ആ 2 ഫോർമുലേനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പഠിച്ചു നോക്കുക, ട്രൈ ചെയ്ത്. ഞാൻ പറഞ്ഞ മൊത്തത്തിൽ നോക്കാനാണ്. ഒന്ന് പഠിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എങ്ങാനും ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിഗണോമെട്രീനെ ഒഴിവാക്കാം. മനസ്സിലായോ? പാർട്ട് സിയിൽ ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ആ സീക്വൻസും സീരീസ് നോക്കാൻ പറ്റും. പക്ഷേ ഈ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്നവർ ഒരിക്കലും ട്രിഗണോമെട്രി ഒഴിവാക്കരുത്, നന്നായിട്ട് പഠിക്കുന്നത് വേണം. മനസ്സിലായില്ലേ? ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്നവർ. അല്ലാത്തവർക്ക് സീക്വൻസും സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഓക്കെയാണ്. ദെൻ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈനിൽ വരാറുണ്ട്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. പണ്ട് അത് പാർട്ട് സിയിൽ ചോദിച്ചിരുന്നു, ഇപ്പം അത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതും എന്താണ്, എളുപ്പമാണ്. സ്ട്രെയിറ്റ് ലൈന് കുറച്ച് 4 ഇക്വേഷൻസ് ഉണ്ട് കുറച്ച്, പക്ഷേ എളുപ്പമാണെങ്കിലേ ഇപ്പോൾ മോഡലിനും കഴിഞ്ഞ വർഷത്തെ എന്താ പറയുക, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്കൊക്കെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആകുന്ന രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, എത്രമാത്രം അറിയില്ല. പക്ഷേ ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്നവരെ പഠിച്ചേ പറ്റുള്ളൂ, സ്ട്രെയിറ്റ് ലൈൻ നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ദെൻ എന്താണ്, നമ്മുടെ ബൈനോമിയൽ തിയറം പഠിക്കുക. ബൈനോമിയൽ തിയറം വലിയ കുഴപ്പമില്ല എങ്കിൽ ആ ഫോർമുല, ഒറ്റ ഫോർമുലയേ ഉള്ളൂ. എന്താ പറയുക, a+b^n ഒരു ഫോർമുലയേ ഉള്ളൂ. അതിൽ ആ ഒരു എക്സ്പാൻഡ് എന്നുള്ള ക്വസ്റ്റനാണ് എല്ലാ വർഷവും ചോദിക്കുന്നത്. അതന്നെ ഇപ്പോൾ മോഡലിലും ചോദിച്ചിട്ടുള്ളത്. അത്രയും പഠിക്കുക. ഇനി 2 ചാപ്റ്റർ കൂടി ഉള്ളൂ. അത് പഠിക്കുന്നത് ഈ എന്താ പറയുക, ഒന്ന് ട്രിഗണോമെട്രി. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആ 2 ചാപ്റ്റർ ഒഴിവാക്കാൻ പറ്റില്ല. ട്രിഗണോമെട്രി ഫംഗ്ഷൻ 9 മാർക്കുണ്ട്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും 9 മാർക്കുണ്ട്. ഇത് പഠിക്കാതിരുന്നാലുള്ള ഗുണം പറയാം. ഓക്കെ, ഗുണമല്ല, ദോഷം പറയാം. ഓക്കെ, പഠിക്കാതിരുന്നാലുള്ള ദോഷം, ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്നുള്ള ചാപ്റ്റർ അത് കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റനാണ്. ഒരേപോലത്തെ ക്വസ്റ്റൻ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. അതിൽ കുറച്ച് ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യാനുണ്ട്. മനസ്സിലായോ? ലിമിറ്റിൽ 3 മാർക്കും ഡെറിവേറ്റീവ്സിന് 4 മാർക്കാണ് 6 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റനാണ് പാർട്ട് സിയിലാണ് ചോദിക്കുന്നത്. ഇത് ഒഴിവാക്കിയാലുള്ള ദോഷം എന്താണെന്നറിയോ? +2 33 മാർക്കാണ് കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? അപ്പം നിങ്ങളിപ്പോൾ +1 ഉള്ള ആൾക്കാരല്ലേ, +1 കഴിഞ്ഞ് പിന്നെ അടുത്ത +2 പോകുന്നത്. +2 പോയാൽ പിന്നെ പഠിക്കേണ്ടത് മൊത്തം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവാണ്. ഡെറിവേറ്റീവ്സും അതിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ അങ്ങനെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഇപ്പോൾ +1 പിള്ളേരോട് ശ്രദ്ധിക്കുക. ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് +1 കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ +2 നിങ്ങളാണ്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിലെ ഫോർമുലാസ് ഒരു പ്രോഡക്റ്റ് റൂൾ, ഒരു ക്വോഷ്യൻ റൂളുകളൊന്നേ കൂടുതലൊന്നുമില്ല. കേട്ടല്ലോ? അതൊന്ന് നന്നായിട്ടൊന്ന് ബൈഹാർട്ട് ചെയ്യുക. ഇപ്പോഴേക്കല്ല, അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ച് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 9 മാർക്ക് ഫുള്ള് ശരിയാക്കിയില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ പറ്റും. ഓരോ സ്റ്റെപ്പിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടും. മനസ്സിലായി? പ്രോഡക്റ്റ് റൂളിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ ആ 1 മാർക്ക് മതി, നമുക്കതുകൊണ്ട് തൃപ്തിപ്പെടും. പക്ഷേ എങ്കിലും ഫോർമുലാസ് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സിൻ്റെ സൈൻ എക്സ് ആണ് ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ക്വോഷ്യൻ റൂളാവുന്നു മോഡലിനെ ചോദിച്ചേട്ടാ. എക്സിൻ്റെ സൈനസ് കഴിഞ്ഞ വർഷം ചോദിച്ചു. അങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ട്രിഗണോമെട്രി, ഞാൻ പറഞ്ഞത് +2 പോകുമ്പോൾ നമുക്ക് ട്രിഗണോമെട്രിയുടെ റിസൾട്ടുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് യൂസാണ്. ട്രിഗണോമെട്രി ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും +2 കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ വലിയ വലിയ പോർഷൻസ് ഇപ്പോൾ ഒരു 33 മാർക്കിനോളം ഇത് കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ +2 എത്തുമ്പോൾ കഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. മാർക്കിൻ്റെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്, ഇന്ന് ഞാൻ എളുപ്പമുള്ള ടോപ്പിക്ക് സെറ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ചാപ്റ്റർ ഓരോ ദിവസമായിട്ട് കവർ ചെയ്ത് പോവാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ ഫിസിക്സൊക്കെ എക്സാം കഴിഞ്ഞ് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ ഒരു അധികം സമയമൊന്നുമില്ലല്ലോ, കുറേശ്ശെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. ഇനി ക്ലാസ് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാവേ.
ഓക്കെ, അപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ മൊത്തം ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനൊന്നും നമുക്ക് നടക്കില്ല, സ്പീഡിലാണ് ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് ആദ്യം ഞാൻ ഒന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ എല്ലാ ആൻസറും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ എക്സാമ്പിൾസും വർക്കൗട്ട് ചെയ്യുക, എക്സസൈസിലെ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്യുക. എങ്കിലും നല്ല മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്കിലും ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്താണ് സെറ്റ് എന്നുള്ളത്. അതായത് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് അല്ലേ. അതായത് വ്യക്തമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം, സെറ്റ് എന്ന് വിളിക്കാം. അതായത് വ്യക്തമായി എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് അല്ലേ, അതൊരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല, ഏതൊക്കെയെന്ന് നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായല്ലോ. അതുപോലെ സെറ്റ് എന്താ പറയുക, നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ആക്ടേഴ്സ് ഇൻ മലയാളം ഫിലിംസിലെ ആക്ടേഴ്സിലെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണ് ഫിലിംസിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെന്നൊക്കെ കറക്റ്റായിട്ട് രേഖയൊക്കെ ഉണ്ട് അല്ലേ, ഓരോരുത്തരും നമുക്കറിയാൻ പറ്റും. പക്ഷേ സെറ്റ് ഓഫ് ഓൾ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുഡ് ആക്ടേഴ്സ് ഇൻ മലയാളം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാവും. ഈ ആരാണ് ബെസ്റ്റ്? അപ്പോൾ ഞാൻ പറയും ഞാൻ ലാലേട്ട ഫാനാണ്, അപ്പോൾ ഞാനെന്ത് പറയും, മോഹൻലാലാണ് ബെസ്റ്റ് എന്ന് പറയും. മനസ്സിലായോ? പക്ഷേ മമ്മൂക്ക ഫാൻ എന്ത് പറയും, ആ മമ്മൂട്ടിയാണ് ബെസ്റ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പോൾ ബെസ്റ്റ് എന്നുള്ള ആ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ സെറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടും. ഞാൻ എഴുതുന്ന ആളായിരിക്കില്ല വേറൊരാൾ എഴുതുക. ആ ഒരു അനിശ്ചിതാവസ്ഥ വരും. മനസ്സിലായോ? അങ്ങനെ വരുന്ന സിറ്റുവേഷൻ അതൊരിക്കലും എന്തല്ല, സെറ്റല്ല. അപ്പോൾ സെറ്റ് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വ്യക്തമായി ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ് ദ സെറ്റ് ഓഫ് ഓൾ ഡേഞ്ചറസ് ആനിമൽസ് ഇൻ എ വേൾഡിലുള്ള ഡേഞ്ചറസ് ആനിമൽസ് ഏതൊക്കെയെന്നാണ്. അത് സെറ്റല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് എന്താണ്, കളക്ഷൻ ഓഫ് ഡേഞ്ചറസ് ആനിമൽസ് ഒരിക്കലും സെറ്റല്ല എന്നാണ്. നമ്മൾ പറയുന്നതാണ് ഡേഞ്ചറസ് ആനിമൽസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതാണ്, ചിലവർ പറയും പുലി ഡേഞ്ചറാണ്, ആന ഡേഞ്ചറാണെന്ന് പറയില്ലേ. പക്ഷേ ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂരുകാരോട് പോയിട്ട് ആന ഡേഞ്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവരെന്ത് പറയും, ഞങ്ങളുടെ ഫാൻസാണ്. ഓരോ ആനയ്ക്കൊക്കെ അവിടെ എന്തുണ്ട്, ഫാൻസ് അസോസിയേഷൻ അടക്കമുണ്ട്. അപ്പോൾ നമ്മൾ തെച്ചിക്കോട്ടുകാർ, രാമചന്ദ്രനൊക്കെ ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആന ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലയണൊക്കെയാണ് അല്ലേ. ലയൺ നമ്മൾ വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആൾക്കാർ പുലിനെ ബെഡിലിട്ട് കളിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ്. അപ്പോൾ അതൊക്കെ ഡേഞ്ചറസ് എന്ന് നമുക്ക് പറയും, പക്ഷേ അവർക്ക് ഡേഞ്ചറസ് ആണോ? അല്ല. അപ്പോൾ അതിനെ ഒരിക്കലും ഒരു വ്യക്തത വരില്ല. അതായത് ഡേഞ്ചറസ് എന്നുള്ള അതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതൊരിക്കലും എന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. അതാണ് സെറ്റ് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ സെറ്റ് എന്നതിൻ്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ, കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ആനിമൽസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു സെറ്റാണ്. പക്ഷേ ഡേഞ്ചറസ് എന്നുള്ള വാക്ക് വന്നാലാണ് സെറ്റ് അല്ലാത്തത്. കേട്ടോ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതാണ് സെറ്റ്. ഇത്രയേ ഉള്ളൂ. സെറ്റിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്കുള്ള ക്വസ്റ്റ്യൻ, ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറൊന്നുമില്ല, നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഈ സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അപ്പോൾ 2 ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് സെറ്റിന്. ഒന്നിൻ്റെ പേര് റോസ്റ്റർ മെത്തേഡും ഒന്നിൻ്റെ പേര് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നാണ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്. സെറ്റ് ബിൽഡർ മെത്തേഡ് കേട്ടോ, സെറ്റ് ബിൽഡർ മെത്തേഡ് എന്താണ് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നാണ്. നമ്മൾ എന്താ പറയുക, ഈ ഒരു ബിൽഡപ്പ് കൊടുക്കുക. ഈ സിനിമകളൊക്കെ ആയിട്ടില്ലേ, ഈ ബാഹുബലി കണ്ടപ്പോൾ അമരേന്ദ്ര ബാഹുബലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ ഡയലോഗൊക്കെ അടിച്ചിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരില്ല. അതുപോലെ തന്നിരിക്കുന്ന സെറ്റിനെ എന്നിനെ ഒരു ഭയങ്കര സംഭവം പോലെ കാണിക്കുക. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഈ കുത്തിനെ അവർ പറയുന്നത് സച്ച് ദാറ്റ് എന്നാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഞാനെന്തോ ഭയങ്കര സംഭവം നല്ല പോലെ എഴുതുക. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എഴുതുന്ന ഈ ഒരു രീതിനെ പറയുന്ന പേരാണെന്ത്, സെറ്റ് ബിൽഡർ ഫോം. മനസ്സിലായോ? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ അല്ലേ? ഇങ്ങനെ സെൻറ്റൻസ് രൂപത്തിൽ അതിന് 2 പാർട്ടുണ്ട്. ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതും, അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് എഴുതും. എന്താണ്, എക്സ് എന്ന് എഴുതിയിട്ട് സച്ച് ദാറ്റ് എക്സിന് വരുന്ന പ്രോപ്പർട്ടീസ് എഴുതാം. മനസ്സിലായോ? എക്സിന് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റിനെ ബിൽഡപ്പ് ചെയ്ത് എഴുതും. ഓക്കെ. ദെൻ അടുത്തത് രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോമാണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ n=, ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ നമ്മൾ എന്താണ് നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര അല്ലേ.
എക്സെട്ര. ഇതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പർ. ശരിയല്ലേ? അപ്പോൾ ഈ രീതിനെ പറയുന്ന പേരാണ് എന്താണ്? റോസ്റ്റർ ഫോം. കറക്റ്റ് നമ്പർ ആക്കി എഴുതുന്നതിനെ വിളിക്കുന്ന പേര് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൻ്റെ പ്രത്യേകത ഉണ്ട്, ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. കേട്ടല്ലോ? ഇതാണ് റോസ്റ്റർ ഫോമിൽ വരും. വേറൊരു എക്സാമ്പിളും നമ്മുടെ വവൽസ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് വി എന്ന് കൊടുക്കാം. എക്സ് ഈസ് എ വവൽസ് ഇൻ ഇംഗ്ലീഷ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ്. അപ്പോൾ ഇവിടെ ഏതാ വരിക? വി ഈക്വൽ ടു സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം നമുക്ക്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അല്ല സോറി നമ്പറായിട്ട് എഴുതല്ലേ, AIOU. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന് പറയുന്ന പേര് റോസ്റ്റർ ഫോം. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, കുറേ വർഷം ചോദിച്ചിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും, റോസ്റ്റർ തന്നിട്ട് സെറ്റ് ബിൽഡറിലേക്ക് മാറ്റാനും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ഈ എലമെൻറ്റിൽ 5 എലമെൻറ്റിലുള്ളൂ. മറ്റതിൽ നാച്ചുറൽ നമ്പർ പറയുമ്പോൾ എക്സെട്ര എന്ന് വന്നില്ലേ, 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞില്ലേ, അതിനെ ഇൻഫിനിറ്റ് സെറ്റ് എന്നും ഇതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സെറ്റിലെ എലമെൻസുകളൊന്നും ഇല്ലെങ്കിൽ അതിനെ നൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. കുറച്ച് ടൈപ്സ് ഓഫ് സെറ്റുകളൊക്കെ ഉണ്ട്. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിൽ കുറേ ടൈപ്സ് ഓഫ് സെറ്റിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ വായിച്ചോളേ. അപ്പോൾ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ, ഒരു സെറ്റിൽ ആരും ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് നൾ സെറ്റ് എന്ന് വിളിക്കുന്നു. ഇതാണെങ്കിൽ വേറൊരു സിമ്പിൾ ഉണ്ട്, ബ്ലാങ്ക് ആയിട്ട്. 0 ഒന്നും എഴുതരുത്, ബ്ലാങ്ക് ആയിട്ട് എഴുതാം കേട്ടോ. ഒരാരുമില്ലാത്ത സെറ്റിനെ വിളിക്കുന്ന പേര് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് വിളിക്കും. എല്ലാം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നു, യു എന്ന് ഡിനോട്ട് ചെയ്യുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അതിലുള്ളത്. അപ്പോൾ സെറ്റ് ബിൽഡർ മെത്തേഡും റോസ്റ്റർ മെത്തേഡും പറഞ്ഞു. ഇനി സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഇത് സബ്സെറ്റുകളുണ്ട് കേട്ടോ. ഓക്കെ, സബ്സെറ്റ് ഞാൻ പ്രോബ്ലം ചെയ്യാവേ ആദ്യം ടോപ്പിക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അങ്ങനെയെന്ന് വിചാരിച്ചേക്കണേ. ആദ്യം ടോപ്പിക്കൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നു, എന്നിട്ട് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, അപ്പോൾ സെറ്റ് ആവും. ഓക്കെ, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. അതായത് എ എന്നുള്ള സെറ്റ് ഉണ്ട് 1 2 3, ബി എന്നുള്ള സെറ്റ് ഉണ്ട് 1 2 3 4 5. ഈ എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടല്ലോ, ശരിയല്ലേ? 1 ഉണ്ട് അല്ലേ? സി കൂടി എഴുതാം, അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആവും. 1 2 3 1 2 7 ആയിക്കോട്ടെ. എ എന്നുള്ള എലമെൻറ്റ് 1 ഇതിലുണ്ടല്ലോ, 2 ഇതിലുണ്ടല്ലോ, 3 ഉണ്ട് അല്ലേ? എയിലുള്ള എല്ലാവരും ബിയിലുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്ത് വിളിക്കാം? എ ഈസ് എ സബ്സെറ്റ് എന്ന് വിളിക്കാം കേട്ടോ. സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ്. അതിനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പേര് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും കേട്ടോ. ഇങ്ങനെയാണ് സബ്സെറ്റിൻ്റെ സിമ്പിൾ. കേട്ടല്ലോ? ഇതേപോലെ സിയിലുള്ള എല്ലാ എലമെൻറ്റും ഇതിലുണ്ടോ? 1 ഉണ്ട് അല്ലേ? 2 ഉണ്ട്. 7 ഉണ്ടോ ഇതിൽ? ഇല്ല. അപ്പോൾ എന്ത് പറയും നമുക്ക്? സി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ബിയുടെ സബ്സെറ്റ് അല്ല. അപ്പോൾ സി എന്നുള്ളത് ഇങ്ങനെ സബ്സെറ്റ് ചെയ്തിട്ടൊരു വെട്ട് കേട്ടോ. നോട്ട് എ സബ്സെറ്റ് എന്നാണ് കേട്ടോ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? യെസ്. അടുത്തത് ഈ സബ്സെറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അത് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ? അതിന് മുമ്പ് ഒരു തിയറി കൂടി, ഇപ്പോൾ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഹാസ് n എലമെൻറ്റ്സ്. എയിൽ n എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്ക് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2n സബ്സെറ്റുകൾ ഉണ്ടാകും. നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ എന്ന് പറഞ്ഞ എലമെൻറ്റിന് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടാകും? അതിൽ 2n സബ്സെറ്റുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്, ഇതാണ് ഇപ്പോൾ മോഡലിൽ ചോദിച്ചത്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകളെ 2n നിന്ന് ഒരെണ്ണം കുറയ്ക്കണം. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആവേ. എ എന്നുള്ളൊരു സെറ്റ് എടുത്തു. സെറ്റ് എന്താണ്? 2. ഇത് എത്ര 2000 ഏത് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ.
ഒരു മിനിറ്റ്. യെസ്, 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. റൈറ്റ് ദ സബ്സെറ്റ് ഓഫ് സെറ്റ് 2. സെറ്റ് 2ൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ ചോദിച്ചു. 2023 ക്വസ്റ്റൻ ആണ്. റൈറ്റ് ദി സബ്സെറ്റ് ഓഫ് സെറ്റ് 2. സെറ്റ് 2ൻ്റെ സബ്സെറ്റ് എഴുതും. അപ്പോൾ ഇതിൽ എത്ര എലമെൻ്റ് ഉണ്ട്? ഒരു എലമെൻ്റ് അല്ലല്ലോ. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയായിരിക്കും? നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2n അല്ലേ? ഇവിടെ 2 ഒരു എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇതിന് 2 സബ്സെറ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയെന്ന് എഴുതാം നമുക്ക്. സബ്സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിൻ്റെയും ഒന്നാമത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റാണ് 5. ഓക്കെ, രണ്ടാമത്തെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നെ എഴുതിച്ചു. ക്ലിയർ അല്ലേ? ഇതിൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഗിവൺ സെറ്റിലെ അതിനൊഴിവാക്കി ബാക്കി എത്രയാണ്? ഒരു സബ്സെറ്റ് മാത്രമേ പ്രോപ്പർ ഉള്ളൂ. ഒരു സബ്സെറ്റ് മാത്രമേ പ്രോപ്പർ ഉണ്ടാവുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ. A = സെറ്റ് 1 2 2 എലമെൻ്റ് എന്ന് വിചാരിച്ചു. 2 എലമെൻ്റ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ടാവും? നമ്മുടെ ഫോർമുല പ്രകാരം 2 എന്ന് പറഞ്ഞാൽ 4 സബ്സെറ്റുകൾ വരണം. ഓക്കെ, സെറ്റ് 1 2 എത്ര സബ്സെറ്റ് വരണം? 4 സബ്സെറ്റ്. ഏതൊക്കെയാണ് നോക്കുക? A1 ഒന്നാമത്തെ നൾ സെറ്റ് കണ്ടോ. A2 എന്താണ്? രണ്ടാമത്തത്. ഇതിൽ ഒരെണ്ണം വെച്ചിട്ട് എഴുതി 1. A3ക്ക് എന്താ വിളിക്കുക? 2 എണ്ണം വെച്ചിട്ട് എഴുതി. ക്ലിയർ അല്ലേ? ഇത് 3 പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ബാക്കി A4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിവൺ സെറ്റ് തന്നെയാണ്. അതിനെ ഒഴിവാക്കുന്നതാണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചതല്ലേ പ്രോപ്പർ സബ്സെറ്റ് കണ്ടോ. അപ്പോൾ 2 - 1 ആണ് കേട്ടോ പ്രോപ്പർ സബ്സെറ്റ്. ഇത് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ അല്ലേ? 3 എലമെൻറ്റ് വരുമ്പോൾ കൂടി നോക്കി വെക്കാം നമുക്ക്. 3 എണ്ണം വരുമ്പോൾ എന്തുണ്ടാവുമോ? 3 എലമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഏതാണ്? A = സെറ്റ് 1 2 3 3 എലമെൻറ്റ് വന്നു. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണ്? 2n = 2 3 = 8 സബ്സെറ്റ് ഉണ്ടാവണം ഈ സെറ്റിന് കേട്ടോ. മനസ്സിലായല്ലോ? എത്ര പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും? 7 പ്രോപ്പർ സബ്സെറ്റ് കേട്ടോ. ഒരെണ്ണം ഗിവൺ സെറ്റിൻ്റെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. A2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിൽ ഓരോന്ന് വെച്ചിട്ട് എഴുതാം, ഓരോ എലമെൻ്റ് വെച്ചിട്ട്. അപ്പോൾ 1 വെച്ചിട്ട് 1 എഴുതി. A3 2 വെച്ചിട്ട് എഴുതി. A4 3 സിംഗിളായിട്ട് എഴുതി കണ്ടോ. അപ്പോൾ സിംഗിളായിട്ടുള്ള ആൾക്കാർ എഴുതി. ഇനി A5 2 എണ്ണം വെച്ചിട്ട് എഴുതി. എത്രയാണ്? 1 2. A6 1 3. A7 2 3. A8 അത് നമ്മുടെ ഗിവൺ സെറ്റ്. അപ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണത്തിന് വിളിക്കുന്ന, അല്ല ആദ്യത്തെ 7 എന്നല്ലേ, ഇത്രയും എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും കേട്ടോ. ക്ലിയർ അല്ലേ? ഇതെല്ലാം ഇത് സബ്സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 8 സബ്സെറ്റ് ഉണ്ട് കേട്ടോ. മനസ്സിലായ? സബ്സെറ്റ് കാണുന്നത് ക്ലിയർ അല്ലേ? ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? തന്നിരിക്കുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സബ്സെറ്റ് കാണാനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സെറ്റിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അതോടുകൂടി ചാപ്റ്റർ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് ഓഫ് സെറ്റാണ്. അതിൽ ഒന്നാമത് പറയുന്നത് തന്നെയാണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റിനെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ തിയറി ഞാൻ കൂടുതൽ പറയുന്നില്ല. A = 1 2 3, B = 3 4 5 6 എന്ന് വിചാരിച്ചോ. എങ്കിൽ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ഇതിന് 2നെയും കൂടി ചേർത്ത് എഴുതാം. A or B എന്ന് പറയാറുണ്ട്. Aയിലുള്ള ടേമോ അല്ലെങ്കിൽ ബിയിലുള്ള ടേമോ അല്ലെങ്കിൽ 2ഉം കൂടി വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 2ലും വരുന്നില്ലേ. അപ്പോൾ അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പം 3 മനസ്സിലായോ? 1 2 3 4 കൊടുക്കാം. അപ്പോൾ കുറച്ചും ക്ലിയർ ആവും. അപ്പോൾ 3 4 2ൽ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ അത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതുന്നുള്ളൂ കേട്ടോ. വേണ്ട, ഇത് തന്നെ മതി, കുഴപ്പമില്ല. വേറൊരു കാര്യത്തിന് ഓക്കെ. 2ഉം കൂടി ചേർത്ത് എഴുതുന്നു. 1 2 3 4 5 6 കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിയൻ ഓഫ് 2 സെറ്റ്. 2 സെറ്റിൻ്റെ യൂണിയൻ എന്നുണ്ട്. പ്രോബ്ലം വരുന്നുണ്ട്. ഇനി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2ലും കോമൺ ആയിട്ട് വന്ന ആൾ A ഇൻ്റർസെക്ഷൻ B. ഇതിൽ 2ലും കോമൺ ആയിട്ട് Aയിലും Bയിലും നോക്കുക. Aയിലും Bയിലും കോമൺ ആയിട്ട് വന്നത് ആരാണ്? 3 ആണ് അല്ലേ. ക്ലിയർ അല്ലേ? A ഇൻ്റർസെക്ഷൻ Bയുടെ വാല്യൂ 3. ക്ലിയർ അല്ലേ? അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ 2 കൂടി ചേർത്ത് എഴുതുക. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ A and B എന്നാണ് വിളിക്കുക. Aയിലും Bയിലും വരുന്ന ആളെന്നെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻ്റർസെക്ഷൻ. ക്ലിയർ അല്ലേ? A and B, A ഇൻ്റർസെക്ഷൻ B എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയി വിചാരിക്കുന്നു.
ദെൻ അടുത്തതിൽ വരുന്നത് ഡിഫറൻസ് ആണ്. രണ്ടതിൻ്റെ ഡിഫറൻസ്, രണ്ട് സെറ്റുകൾ തമ്മിൽ കുറയ്ക്കുന്നതാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള ആൾ ബിയിലില്ലാത്ത ആളിടാ. ഓക്കെ, ബിയിലുള്ളവരെ ഒഴിവാക്കുകയാണ്. എളുപ്പത്തിൽ ചെയ്യാം, നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്യാം. 1 2 3 മൈനസ് 1 2 സോറി ഒന്നില്ല അല്ലേ 3 4 5 6 1 2 3 മൈനസ് 3 4 5 6 മനസ്സിലാവുക. ഇത് മനസ്സിലാക്കിക്കോളണേ. നമ്മുടെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഇനി വരാൻ പോകുന്നതാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ. മനസ്സിലാക്കി, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കി പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എ മൈനസ് ബി, എയിൽ നിന്ന് ബീനെ കുറയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നത്? എയിൽ നിന്ന് ബീനെ കുറയ്ക്കുന്നു. അപ്പോൾ എയിൽ നിന്ന് ബീനെ കുറയ്ക്കുമ്പോൾ എയിലുള്ള ആൾക്കാരാണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണേ. ഈ 1 എയിലുണ്ട് അല്ലേ? ആ 1 അതിലുണ്ടോ? അവിടെ ഇല്ല, അതുകൊണ്ട് 1 എഴുതി. 2 ബി ഇതിലുണ്ട് അല്ലേ? 2 അവിടെ ഉണ്ടോ? അവിടെ ഇല്ലാത്തത് ഇവിടെ എഴുതാം, 2 എഴുതി. 3 അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ 3നെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി ആരാണ്? 1 2 മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങോട്ട് പോരുത്, 5 6 ഒന്നും എഴുതാൻ നിൽക്കരുത്. എയിലുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. തിരിച്ചെഴുതി കുറച്ചുകൂടി ക്ലിയർ ആവുക. ബി മൈനസ് എ. ബി ആരാണ്? ബി എന്ന് പറഞ്ഞാൽ 3 4 5 6 മൈനസ് എ. എന്ന് പറഞ്ഞാൽ ആരാണ്? 1 2 3 ബി മൈനസ് എ. അപ്പോൾ ബിയിൽ നിന്ന് എ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ആൾക്കാരെയാണ് നമ്മൾ നോക്കേണ്ടത്, മറ്റൊടത്ത് നോക്കേ വേണ്ട. 3 ഉണ്ട്. 3 അതിലുണ്ടോ? അതിലുണ്ടെങ്കിൽ വെട്ടിക്കളയാം. ഓക്കെ. 4 അതിലുണ്ടോ? ഇല്ല, 4 ഇവിടെ എഴുതി വെച്ചു. 5 അതിലുണ്ടോ? ഇല്ല, 5 ഇവിടെ എഴുതി വെച്ചു. 6 അതിലുണ്ടോ? ഇല്ല, 6 എഴുതി വെച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് എ മൈനസ് ബി, ബി മൈനസ് എ. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്കൊരു ടോപ്പിക് ഉണ്ട്, അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പഠിപ്പിച്ചത്. അതായത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എ ഡാഷ് അല്ലെങ്കിൽ എ ബാർ എന്നൊക്കെ പറയാറുണ്ട്. എ ഡാഷ് അല്ലെങ്കിൽ എ ബാർ. തൽക്കാലം ഡാഷ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ, നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. എ ഡാഷ് വേറൊന്നുമില്ല. എയിൽ ഇല്ലാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എ കോംപ്ലിമെൻ്റ്. എ എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ലാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എ കോംപ്ലിമെൻ്റ്. എവിടെ നിന്നില്ലാത്തത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ കുറയ്ക്കുന്നതാണ് എ കോംപ്ലിമെൻ്റ്. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ്. ഇതേപോലെ മൈനസ് എടുക്കുകയാണ് കേട്ടോ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവേ. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി. ക്ലിയർ? എന്തിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാലും യു മൈനസ് അത്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് അതിനെ കുറയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് എന്താണ്? അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയും. ഞാൻ ഇപ്പോൾ എന്തും അതിൽ അങ്ങനെയാണ്. ഇപ്പോൾ പി ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് പി. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറഞ്ഞ മീനിങ് യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. മനസ്സിലായോ? എ യൂണിയൻ ബിയുടെ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ യൂണിയൻ ബി. ക്ലിയർ അല്ലേ? എന്തിൻ്റെ യു മൈനസ് ആണ് കേട്ടോ. ഇപ്പോൾ ബി അല്ല, വേറെ എന്താ? എസ് എന്നുള്ള സെറ്റിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എസ്. പി എന്നുള്ളതിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് പി. മനസ്സിലായോ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ ഗിവൺ സെറ്റിനെ കുറയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് എന്താണ്? കോംപ്ലിമെൻ്റ് എന്ന്. അതിൻ്റെ വെൻ ഡയഗ്രാം വരച്ചാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ്. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റിനെ നമ്മൾ ഡയഗ്രാമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് വെൻ ഡയഗ്രാം. അതായത് ഞാനൊന്ന് ഇതാക്കുകയാണ്. ഇത് എ എന്നുള്ള സെറ്റ്, ഇതാണ് എ. അപ്പോൾ അതിൻ്റെ എ ഡാഷ്, അതായത് ഇതാണ് എ. മനസ്സിലായോ? ഈ എ എന്നുള്ള സെറ്റിന് ഇതാണ് എ. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇല്ലാത്ത ഭാഗം. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. എ ഇല്ലാത്ത ഭാഗം. മനസ്സിലായോ? എ ഇല്ലാത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എ ഡാഷ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ ഒഴിവാക്കിയിട്ടുള്ള ഭാഗത്തെ മൊത്തത്തിൽ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എ ഡാഷ്. അത് ചെയ്യേണ്ടത് തന്നെയാണ് യു മൈനസ് എ എന്നാണ്. ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാണ് നമ്മുടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറച്ച് പ്രോപ്പർട്ടീസ് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഒന്ന് ഇതാണ്, എ ഡാഷിൻ്റെ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ എ കിട്ടും. ഓക്കെ, എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ എന്താ ആൻസർ കിട്ടുക? എ കിട്ടും. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഡിമോർഗൻസ് ലോ എന്ന് വിളിക്കും. ഡിമോർഗൻസ് ലോ. ഇതാണ് നമ്മുടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്രാവശ്യം മോഡലിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. ഇപ്രാവശ്യം മാത്രമല്ല, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ. ഇത് മാത്രം പഠിപ്പിച്ചാൽ മതി, പക്ഷേ എങ്കിലും ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ യൂണിയൻ ബിയുടെ ഹോൾ ഡാഷ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് സെപ്പറേറ്റ് ഡാഷ് കൊടുക്കുക. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ്. ഓക്കെ,
ഡിമോർഗൻസ് ലോയിൽ 2 ഉണ്ട്. എ യൂണിയൻ ബിയുടെ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. പഠിക്കാൻ എളുപ്പമാണ്. ഈ യൂണിയൻ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ വരും. ഇൻ്റർസെക്ഷൻ വന്നാൽ യൂണിയൻ വരും, യൂണിയൻ വന്നാൽ ഇൻ്റർസെക്ഷൻ, ഇൻ്റർസെക്ഷൻ വന്നാൽ യൂണിയൻ. കേട്ടോ, ക്ലിയർ അല്ലേ? ഇത് വെരിഫൈ ചെയ്യാനാണ് നമുക്ക് 4 മാർക്കിന് ചോദിക്കുക. മനസ്സിലായോ? 4 മാർക്കിന് ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി അറിഞ്ഞിരിക്കുന്നത്. ഒരു 1 വേർഡ് ആയിട്ട് ഇപ്പം എല്ലാം കുറേ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ലേ ബോർഡിന് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട്. അതായത് എയും എ ഡാഷും യൂണിയൻ എടുത്താൽ, എയും എ ഡാഷും എ യൂണിയൻ എ ഡാഷ്, എയും എ ഡാഷും യൂണിയൻ എടുത്താൽ നമ്മുടെ യൂണിവേഴ്സ് സെറ്റ് കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫിഗർ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എ, അതിന് പുറത്തുള്ളത് എ ഡാഷ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്താണ് വരിക? ഹോൾ സെറ്റ് യു അല്ലേ വരിക? യു വരും കേട്ടോ. അതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ് കേട്ടോ. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. നൾ സെറ്റിൻ്റെ ഡാഷ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് വരും കേട്ടോ. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ക്വസ്റ്റനാണ്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. ബാക്കിയെല്ലാം കഴിഞ്ഞൂടാ. അതുകൂടി ജസ്റ്റ് ഒന്ന് പറയണേ. എ സബ്സെറ്റ് ഓഫ് ബി എന്നാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എ യൂണിയൻ ബി. എ ബിയുടെ സബ്സെറ്റാണ്. ഓക്കെ, ഒരു 1 വേർഡ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു സ്ഥിരം 1 വേർഡ് ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞു കേട്ടോ. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എയും ബിയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താണ് കിട്ടുക? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളണേ. ബോറടിച്ചു തുടങ്ങിയോ? ഓക്കെ, ശ്രദ്ധിക്കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലാസ്സുകൾ മൊത്തത്തിൽ പറഞ്ഞെന്നുള്ളൂ, ബോറടിക്കണ്ട. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 1 2, ബി എന്ന് പറയുന്നത് 1 2 3 4. ഇപ്പോൾ എ ബിയുടെ സബ്സെറ്റ് അല്ലേ? എ സബ്സെറ്റ് ബി ആണ് എങ്കിൽ എ യൂണിയൻ ബി എടുത്തു. എയും ബിയും കൂടി കൂട്ടിച്ചേർത്ത് എന്താ കിട്ടുക നമുക്ക്? 1 2 3 4 അല്ലേ? അതെന്താണ്? ബി ആണ് കേട്ടോ. എ യൂണിയൻ ബി എന്താണ്? ബി ആണ്. മനസ്സിലായോ? എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാ വരിക? 1 2. അത് എ യു ആണ് കേട്ടോ. ഇതാണ് റിസൾട്ട്. അപ്പോൾ പഠിക്കാനുള്ള എളുപ്പവഴി പറയാം. യൂണിയൻ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് കിട്ടും, യൂണിയൻ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് കിട്ടും ബി. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് കിട്ടും എ. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. രണ്ടെണ്ണത്തിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് കിട്ടും, സബ്സെറ്റിൻ്റെ ഇവിടെ ഉള്ളത് കിട്ടും. യൂണിയൻ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് കിട്ടും, ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് കിട്ടും കേട്ടോ. ക്ലിയർ? മനസ്സിലായോ? എ സബ്സെറ്റ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളത്. ഓക്കെ, വലിയ സെറ്റ്. ഇതാണ് വലിയ സെറ്റ്. യൂണിയൻ എടുക്കുമ്പോൾ വലുതാ വലിയ ചെയ്യുക, ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ചെറുതാവും ഈ സെറ്റ്, ചെറിയ സെറ്റ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ +1 സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലംസ്, ഇതുവരെ വർഷങ്ങൾ ചോദിച്ച പ്രീവിയസ് ഇയർ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് ആൻസർ ചെയ്യാണ്. 1-2 പ്രോബ്ലം ഞാൻ പറയാം. ബാക്കി നിങ്ങൾ HSS ലൈവ് എന്ന് പറയുന്ന സൈറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് HSS ലൈവ് എന്ന് സെർച്ച് ചെയ്യുക. HSS ലൈവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് വരും. അതിൽ കയറി കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ചാപ്റ്റർ എടുത്ത് റിവൈസ് ചെയ്ത് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൂടാതെ ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്നവർ ശ്രദ്ധിക്കുക, എല്ലാ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞത് അവർക്കാണ് ഏറ്റവും വലിയ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് മാർച്ച് 2024 ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ഡാഷ്. എയും എ ഡാഷിൻ്റെ ഇൻ്റർസെക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? എയും എ ഡാഷിന് കോമൺ ആയിട്ട് ആരുമില്ല, കാരണം എയിലില്ലാത്തവരല്ലേ എ ഡാഷ്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ആരുമില്ല, അതിനെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്.
അപ്പോൾ ആൻസർ എത്രയാണ്? നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 മാർക്ക് കേട്ടോ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് നൾ സെറ്റാണ്. എ യൂണിയൻ എ ഡാഷ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റാണ് കേട്ടോ, മറക്കരുത്. ദെൻ സെക്കൻഡ് പാർട്ടാണ് ഡി മോർഗൻസ് ലോ ആണ് ചോദിച്ചത്. ഇഫ് യു, ഈ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞ ഒരുപാട് വർഷം ചോദിക്കുന്നതാണ്. യു തന്നിട്ടുണ്ട് 1 2 3 4 5 6 ഓക്കെ, കോമ എ ഈക്വൽ ടു 2 3 4 കോമ ബി ഈക്വൽ ടു 2 3 4 6. Then prove that A intersection B whole dash equal to A dash union B dash. ഇതാണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ്, എത്രയുള്ള ക്വസ്റ്റ്യൻ ഇതാ. പ്രൂവ് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി. ഞാൻ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ. ഇതിനെ പറയുന്ന പേരാണ് ഡി മോർഗൻസ് ലോ. ഇനി എങ്ങാനും ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ ഇത് മറക്കരുത്. ചിലപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തോളൂ. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. തിരിച്ചും പറയാറുണ്ട്, എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഓക്കെ അല്ലേ? ഇതാണ് പഠിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ജസ്റ്റ് പാസ്സാകാൻ ആഗ്രഹിക്കുന്നവരെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചേ പറ്റുള്ളൂ. കേട്ടല്ലോ? പഠിക്കാമല്ലോ. തുടങ്ങാം. നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി കാണണം, അതിനുശേഷം അതിൻ്റെ ഡാഷ് കാണണം, അതിന് ഇക്വേഷൻ നമ്പർ 1. പിന്നെ എ ഡാഷ് കാണണം, ബി ഡാഷ് കാണണം, അതിൻ്റെ യൂണിയൻ എടുക്കണം. ഓക്കെ, ഏത് വേണമെങ്കിൽ ചെയ്യാം. ആദ്യം LHS ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, RHS ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഈ 2 സൈഡിൽ കണ്ടുപിടിക്കലാണ് നമ്മൾ പണി. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ആദ്യം എ ഡാഷ് കാണാം. എ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ. എക്സാമിന് ശ്രദ്ധിച്ചോളണേ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറിൻ്റെ എഴുതി തുടങ്ങരുത്. ഗിവൺ എന്ന് പറഞ്ഞ് ഇതൊക്കെ എഴുതി വയ്ക്കുക. മനസ്സിലായോ? ഗിവൺ എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ അത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഗിവൺ യു ഈക്വൽ ടു അങ്ങനെ എഴുതേട്ടാ. തന്ന കാര്യങ്ങൾ എഴുതിയിരിക്കണേ. യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. അതുപോലെ എ ഈക്വൽ ടു സെറ്റ് 2 3 4. ബി ഈക്വൽ ടു സെറ്റ് 2 3 4 6. ക്ലിയർ അല്ലേ? എന്നിട്ടേ ബാക്കി തുടങ്ങാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? കാരണം സ്റ്റെപ്പിന് നമുക്ക് മാർക്ക് കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൂ കേട്ടോ. ക്ലിയർ? ഇനി നമ്മൾ എ ഡാഷ് എഴുതാം. എ ഡാഷ് ഈക്വൽ ടു യു മൈനസ് എ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യു മൈനസ് എ. എന്താണ് യു? യു എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6. അതിൽ നിന്ന് എന്തിന് കുറയ്ക്കുക? എന് കുറയ്ക്കുക. എ ആരാണ്? 2 3 4. കണ്ടോ? മനസ്സിലായോ എന്താ ചെയ്യുന്നത്? യു മൈനസ് എ. മറക്കരുത്, എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പേടിക്കൊന്നും വേണ്ട കേട്ടോ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എനെ കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? 1 അതിലുണ്ടോ? അതിലില്ല. അപ്പോൾ 1 എഴുതി വെച്ചു. 2 അതിലുണ്ടോ? അതിലുണ്ട്, വെട്ടിക്കളഞ്ഞു. 3 അതിലുണ്ടോ? വെട്ടിക്കളഞ്ഞു. 4 അതിലുണ്ടോ? ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 5 ഉണ്ടോ? ഇല്ല, 5 കൂടെ എഴുതി. 6 ഉണ്ടോ? ഇല്ല, 6 എഴുതി. അപ്പോൾ എ ഡാഷ് കണ്ടുപിടിച്ചു. ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എ ഡാഷ് കണ്ടുപിടിച്ചു. ഇതേപോലെ ബി ഡാഷ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? എങ്ങനെ ബി ഡാഷ് കാണുക? യു മൈനസ് ബി. യു ആദ്യം എഴുതിക്കുക. 1 2 3 4 5 6 മൈനസ് ബി 2 3 4 6 ഈക്വൽ ടു നോക്കുക. 1 അവിടെ ഉണ്ടോ? 1 ഇല്ല, 1 എഴുതി വെച്ചു. 2 അവിടെ ഉണ്ടോ? 2 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 3 അവിടെ ഉണ്ടോ? ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 4 അവിടെ ഉണ്ടോ? ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 5 അവിടെ ഉണ്ടോ? ഇല്ല, 5 എഴുതി വെച്ചു. 6 അവിടെ ഉണ്ടോ? ഉണ്ട്, വെട്ടിക്കളഞ്ഞു. അപ്പോൾ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എ ഡാഷും ബി ഡാഷും കിട്ടി. ഇനി LHS പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡാണ് ഞാൻ ആദ്യം കാണുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്നാണ്. എ ഡാഷും ബി ഡാഷും കൂട്ടിച്ചേർക്കുക. മനസ്സിലായോ? അതായത് എന്താണ് എ ഡാഷ് ഉണ്ടാകുന്നത്? എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 5 6ഉം യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ 1 5ഉം. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ എന്താ വരിക? 1 5 6 തന്നെയല്ലേ? ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? നിങ്ങൾ താഴോട്ട് എഴുതിക്കൊള്ളേ, ഞാൻ ബോർഡ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ഇതിന് ഈ എഴുതിയതിൻ്റെ താഴെ തന്നെ എഴുതണം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. അതിൻ്റെ വാല്യൂ 1 5 6 ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? LHS വരുന്നത് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കാണണം. മനസ്സിലായോ?
ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഈ ആൻസർ ആവുന്ന ഉറപ്പാണ് നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടു. എയും ബിയും ഈ എത്രയാണ് എ 2 3 4 ഇൻ്റർസെക്ഷൻ ബി 2 3 4 6. ഓക്കെ, അത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ എന്താ വരിക? രണ്ടിലും കോമൺ ഉള്ളത് 2 3 4 അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്. ഇനിയാണ് LHS പറയുന്നത്. LHS എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ്. മനസ്സിലായോ? എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു യു മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. യുയിൽ നിന്ന് എനെ കുറയ്ക്കുന്നത് പോലെ എ ഇൻ്റർസെക്ഷൻ ബിനെ കുറയ്ക്കുക. ഇപ്പോൾ കണ്ടുപിടിച്ച ആൻസറിനെ കുറയ്ക്കുക. യു എന്തായിരുന്നു? യു എന്ന് പറയുന്നത് 1 2 3 4 5 6. അതിൽ നിന്ന് ഇപ്പോൾ കണ്ടുപിടിച്ച 2 3 4 കുറച്ചു നോക്കാം. 1 അവിടെ ഉണ്ടോ? ഇല്ല, 1 എഴുതി. 2 അവിടെ ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 3 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 4 ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 5 ഇല്ല, 6 ഇല്ല. ഇക്വേഷൻ നമ്പർ 2 നിങ്ങൾ നോക്കി വെക്കുക. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ആൻസർ 1 5 6 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് ആണ്. അതും 1 5 6. രണ്ടും സെയിം ആവണം കേട്ടോ. ആവാതിരിക്കില്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ട് ആവാതിരിക്കുള്ളൂ. എന്തായാലും സെയിം ആകുമെന്നാണ് ഡി മോർഗൻസ് കണ്ടുപിടിച്ച് വെച്ചേക്കണത്. മനസ്സിലായോ? അപ്പോൾ ആൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തെറ്റിക്കരുത്. എന്തായാലും ആവണം, ആയില്ലെങ്കിലും ആക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിക്കോട്ട്, വേറെ നിവൃത്തിയൊന്നുമില്ല. എന്തായാലും ആവുമെന്ന് ഉറപ്പാണ്. ഇവിടെ 1 5 6 കിട്ടണമെങ്കിൽ ഇവിടെ 1 5 6 തന്നെ കിട്ടണം. ഉറപ്പാണല്ലോ, കിട്ടിച്ചിരിക്കണം. ഓക്കെ, സോ 1 and 2 ഫ്രം 1 and 2 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് എന്താണ്? ഇവിടെ എഴുതാം ഫ്രം 1 and 2 അവസാനം 1ഉം 2ഉം പ്രകാരം എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കേട്ടാ. എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, തൽക്കാലം ഞാൻ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എഴുതിയിട്ട് മോഡലിൻ്റെ ക്വസ്റ്റ്യൻ കൂടി എഴുതി ഈ ഒരു ക്ലാസ് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മോഡലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം കേട്ടോ. മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യനാണേ. മോഡലിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. മോഡൽ ഇപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് 4 elements, 4 elements ഉള്ള ഒരു സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓർമ്മയുണ്ട്, നമ്മുടെ ഫോമിൽ പറഞ്ഞത് 2n നിന്ന് 1 കുറയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണ് 2⁴ നിന്ന് 1 കുറയ്ക്കുക. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. കാൽക്കുലേറ്റർ അടിക്കുക. അറിയാത്തവർ 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 2⁴ എന്ന് പറഞ്ഞാൽ 16 - 1 = 15. അപ്പോൾ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്രയാണ്? 15, 1 മാർക്ക് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒഴിവാക്കാറില്ല, അത്രയും പഠിച്ചോളൂ കേട്ടോ. ദെൻ ഇതിൽ സെക്കൻഡ് പാർട്ടാണ്. സെറ്റ് എ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ്. എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് എടുക്കാവുന്ന ലെറ്റേഴ്സാണ് എക്സ്. എ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ സച്ച് ദാറ്റ് വൈ ആണ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ്. പണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിച്ചിട്ടാണ്, ഇപ്പോൾ ഇത് ഫിസിക്സ് ആവശ്യമാണ്. PHYSICS ഫിസിക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദെൻ ഫൈൻഡ് കുറേ കാര്യങ്ങളുണ്ട്. എ പാർട്ട് ഫൈൻഡ് എ യൂണിയൻ ബി. എയുടെയും ബിയുടെയും യൂണിയൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ബി പാർട്ട് എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സി പാർട്ട് എ മൈനസ് ബി. എയിൽ നിന്ന് ബി കുറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ക്ലിയർ? ഇതാണ് ഞാൻ പറഞ്ഞത്. സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. മനസ്സിലായി പറഞ്ഞു? അതായത് സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ പറയുന്ന രീതിനെ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ ആദ്യം അതിനെ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് എയും ബി അറിയണ്ടേ അല്ലേ? ആദ്യം നമ്മളതിൻ്റെ റോസ്റ്റർ ഫോം കാണണം കേട്ടോ. റോസ്റ്റർ ഫോം ഈസ് എ ഈക്വൽ ടു എനെ എങ്ങനെ റോസ്റ്റർ ഫോം എഴുതാം? ഇതിനെ നമ്പറാക്കി, അതായത് ഓരോ എലമെൻറ്റുകളാക്കി കോമ ഇട്ട് എഴുതാം. മനസ്സിലായോ? മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡിൽ വന്ന ലെറ്ററുകൾ ഏതൊക്കെയാണ്? ആദ്യം എം ഉണ്ട്, എം കോമ എ ഉണ്ട് അല്ലേ? എം ഉണ്ട്, എ ഉണ്ട്, ദെൻ ടി ഉണ്ട്, അടുത്തത് എച്ച് ഉണ്ട്, ദെൻ ഇ ഉണ്ട്. മനസ്സിലായോ? വീണ്ടും എം വന്നു. എം ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും എഴുതാൻ പാടില്ല കേട്ടോ. അതാണ് സെറ്റിൻ്റെ പ്രത്യേകത, റോസ്റ്റർ ഫോമിൻ്റെ പ്രത്യേകത. പിന്നെ എ വന്നു, വീണ്ടും എ വന്നു എഴുതണ്ട. വീണ്ടും ടി വന്നു എഴുതണ്ട. വീണ്ടും ഐ വന്നിട്ടുണ്ട് എഴുതാം. സി വന്നിട്ടുണ്ട് എഴുതാം. എസ് വന്നിട്ടുണ്ട് എഴുതാം കേട്ടോ. ഇതാണ് മാത്തമാറ്റിക്സിലുള്ളത്. അടുത്തത് ബി എന്താണ്? സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫിസിക്സ്. ഫിസിക്സിൽ ആദ്യം പി എഴുതി, ദെൻ എച്ച് എഴുതി, വൈ എഴുതി, എസ് എഴുതി, ഐ എഴുതി, സി എഴുതി, വീണ്ടും എസ് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എസ് രണ്ട് പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഫിസിക് എന്നായി കേട്ടോ. ഓക്കെ അല്ലേ? എ യൂണിയൻ ബി, ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. എയിനും ബിനെയും ചേർത്ത് എഴുതാം, കൂട്ടിച്ചേർക്കുക. അപ്പോൾ ആദ്യം എമ്മിൻ്റെ കൊണ്ട് എഴുതി വയ്ക്കുക, അത് നല്ലത്. എം ആദ്യം എഴുതി വയ്ക്കുക. എം എ ടി എച്ച് ഇ ഐ സി എസ്. ഇനി ബിയിൽ വരാത്തത് എഴുതിയാൽ മതി, ഇതിലില്ലാത്തത് കേട്ടോ. പി എഴുതുന്നുണ്ട്, മനസ്സിലായോ? പി എഴുതി. എച്ച് ഇതിലുള്ളതുകൊണ്ട് എച്ച് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. വൈ അതിലില്ല, വൈ എഴുതി. എസ് ഇതിലുണ്ട് എഴുതണ്ട, ഐ അതിലുണ്ട് എഴുതണ്ട, സി എഴുതണ്ട. അപ്പോൾ ഫിസിക്സിന് നമ്മൾ പിയും വൈയും മാത്രമാണ് ഇല്ലാത്തതുള്ളൂ, ബാക്കിയെല്ലാം അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എഴുതണ്ട. ഓക്കെ അല്ലേ? ദെൻ എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും വന്ന ആൾക്കാരാണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. എം നോക്കുക, മനസ്സിലാക്കി എഴുതണേ. ഇത് യൂണിയൻ മനസ്സിലായില്ല, രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എഴുതണേ. ഒരു പ്രാവശ്യം വന്നാൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി അല്ലേ? സോറി, ഏതെങ്കിലും ഒന്നിനും ഒരു പ്രാവശ്യം റിപ്പീറ്റഡ് വന്നാൽ റിപ്പീറ്റേഷൻ വേണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി കേട്ടോ. എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടിലും കോമൺ ആയിട്ട് വന്നത്. എം രണ്ടിലുണ്ടോ? ഇല്ല. എ രണ്ടിലുണ്ടോ? ഇല്ല. ടി രണ്ടിലുണ്ടോ? ഇല്ല. എച്ച് രണ്ടിലുണ്ട് അല്ലേ? എച്ച് എഴുതി. ഇ ഉണ്ടോ? ഇല്ല. ഐ ഉണ്ട് അല്ലേ? ഐ രണ്ടിലുണ്ട്, യെസ്. പിന്നെ സി രണ്ടിലുണ്ടോ? യെസ്, സി ഉണ്ട്, രണ്ടിലും സി ഉണ്ട്. എസ് രണ്ടിലുണ്ടോ? രണ്ടിലും എസ് ഉണ്ട് കേട്ടോ. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇനി എ മൈനസ് ബി ആണ്. എ മൈനസ് ബി കാണുമ്പോൾ ശ്രദ്ധിച്ചോളണേ, ഇൻ്റർസെക്ഷൻ രണ്ടിലും കോമൺ ഉള്ള എച്ച് വന്നിട്ടുണ്ട്, സോറി ഇവിടെ അല്ലേ, എച്ച് വന്നിട്ടുണ്ട്, ഐ വന്നിട്ടുണ്ട്, സി വന്നിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടിലും കോമൺ ആയിട്ട് വന്നാൽ എഴുതി. അടുത്ത എ മൈനസ് ബി ആണ്, അത് സ്റ്റെപ്പ് എഴുതിക്കൊള്ളണേ. എ ആദ്യം എഴുതിക്കുക. എം എ ടി എച്ച് ഇ ഐ സി എസ്. മാത്തമാറ്റിക്സിൽ നിന്ന് എന്തിനെ കുറയ്ക്കുക? പി എച്ച് വൈ എസ് ഐ സി. ഫിസിക്സ് കുറയ്ക്കുക. ഈക്വൽ ടു കുറച്ച് പോകാം. എം അതിലുണ്ടോ? ഇല്ല, എം എഴുതി. എ അതിലുണ്ടോ? ഇല്ല, എ എഴുതി. ടി അതിലുണ്ടോ? ഇല്ല, ടി എഴുതി. എച്ച് അതിലുണ്ടോ? ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇ അതിലുണ്ടോ? ഇല്ല, ഇ എഴുതി. ഐ അതിലുണ്ടോ? ഐ കട്ട് ചെയ്തു. സി അതിലുണ്ടോ? സി കട്ട് ചെയ്തു. എസ് അതിലുണ്ടോ? എസ് കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എ മൈനസ് ബി ട്ടാ. അതിലുള്ളതിന് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എം ഉണ്ട്, എ ഉണ്ട്, ടി ഇ, അത്രേ ഉള്ളൂ. എം എയ്റ്റ് എന്ന് പറയട്ടാ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇപ്പം മോഡലിന് ചോദിച്ച ക്വസ്റ്റിനെ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നിട്ട് അത് ആൻസർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക് സെറ്റ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. മാക്സിമം ഇതേപോലെ റോസ്റ്റർ ഫോമിലിട്ട് മാറ്റുന്ന അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ മറക്കണ്ട, HSS ലൈവിൽ കയറുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് സെർച്ച് ചെയ്യുക. അതിൽ ഓരോ ചാപ്റ്റർ വൈസ് എടുക്കുക നല്ലത്. സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ വന്നാൽ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ വേണ്ട, കൂളായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്രാവശ്യം നമ്മൾ ഫുൾ മാർക്ക് അടിച്ചിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഒരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ, അത് പറയാൻ വിട്ടുപോയി അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ മാത്രം ജയിച്ചാൽ മതി, വേറെ ആരും ജയിക്കണ്ടെന്ന് പറയരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും പറയട്ടെ. ബൈ ബൈ.